സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസം കേരളത്തിലെ പയ്യന്നൂരിൽ ഒരു ലീഗ് ഓഫീസ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ എന്തോ ഒന്ന് പറഞ്ഞ് കാട്ടിക്കൂട്ടിയതിനെ സംബന്ധിച്ച് ഒരു ചെറുപ്പക്കാരൻ വീഡിയോ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതിനെ ട്രോളിക്കൊണ്ട് വിമർശിച്ചുകൊണ്ട് ചില വിഷയങ്ങൾ പറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ അത് സംബന്ധമായി ആ വീഡിയോ കാണിച്ചുകൊണ്ട് തന്നെ ചില വിഷയങ്ങൾ പ്രേക്ഷകന്മാരായ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ഞാനും ആഗ്രഹിക്കുകയാണ്. ആ യുവാവ് പറയുന്ന വാക്കുകൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക. അദ്ദേഹം പറയട്ടെ. കാലം പോണ ഒരു പോക്ക് വല്ലാത്തൊരു പോക്കനാണ്. ഒരു ലീഗിന്റെ ഒരു സംഭവം ഒരു ഇങ്ങനെ ഓപ്പൺ ചെയ്യാണ് തെക്കുബീറലിറ്റേ. ഇതൊക്കെ പെരുന്നാളിന് ചൊല്ലുന്ന തെക്കുബീറാണ്. ഈ ഒരു ലീഗിന്റെ ഒരു പരിപാടിയിൽ വന്നിട്ടാണ് തെക്കുബീർ ചൊല്ലുന്നത്. അപ്പൊ ഈ ചൊല്ലുന്ന ഈ തെക്കുബീറും ഈ ലീഗും തമ്മിൽ എന്താ അവിടെ ബന്ധമുള്ളത്? ആ തെക്കുബീർ എന്ന് പറയുന്നത് ആ ദീനിന്റെ ഭാഗത്തേക്കുള്ളതാണ്, അത് ലീഗിന്റെ ഭാഗത്തേക്കുള്ളതല്ല. ദീന് വേറാണ്, ലീഗ് വേറാണ്. ലീഗ് എന്ന് പറയുന്നത് എല്ലാ മതക്കാരും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്. കാരണം ലീഗിലെ ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, മുസ്ലിംസുകളുണ്ട്, ഇങ്ങനെ പല ആൾക്കാരും അവർക്ക് അവരുടേതായിട്ടുള്ള പേഴ്സണലായിട്ട് ഇഷ്ടപ്പെട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ ആ വീഡിയോ കണ്ടിട്ട് എനിക്കും ശരിക്ക് ഏത് സ്ഥലമാണ്, ഏത് നാട്ടിലെ ലീഗ് ഓഫീസ് ആണ് എന്ന് മനസ്സിലായിട്ടില്ല. എന്നാലും ആ യുവാവ് പറഞ്ഞത് 100% ശരിയായ വിഷയമാണ്, വസ്തുത തന്നെയാണ്. കാരണം ഏതോ ഒരു സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിന് വേണ്ടി, ഏതോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസ് ഉദ്ഘാടനത്തിന് വേണ്ടി ഇസ്ലാമിന്റെ വാക്ക് പറയേണ്ട ആവശ്യമില്ല. അത് പെരുന്നാളിനും നല്ല സന്തോഷ വേളയിലും അതുപോലെ ബാങ്കിനും മറ്റും ഇസ്ലാമിന്റെ ചിഹ്നമായി ഷിആറായി ഉപയോഗിക്കുന്ന ഒന്നാണ് തക്ബീർ എന്നുള്ളത്. അത് ഇസ്ലാമിന്റെ ഒരു ഏറ്റവും വലിയ ഒരു ചിഹ്നമാണ്, ഷിആറാണ്. അപ്പോൾ എല്ലാ മതക്കാരും ഇഷ്ടപ്പെടുന്ന, എല്ലാ മതക്കാരും അണിനിരക്കുന്ന, പിന്നെ ഐഹികമായ ലോകത്തിന്റെ സ്ഥാനങ്ങൾക്കും താല്പര്യങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന മുസ്ലിം ലീഗ് പോലത്തെ ഒരു പാർട്ടിക്ക് വകവെച്ചു കൊടുക്കേണ്ടതല്ല ഇസ്ലാമിലെ തക്ബീർ എന്ന് പറയുന്ന ആ ഏറ്റവും വലിയ ചിഹ്നം, ഷിആർ. അത് ഈ യുവാവ് പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുകയാണ്. ആ യുവാവ് പറഞ്ഞത് സത്യമല്ലേ എന്ന് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കണം. ഞാൻ പറയുന്നത് 100% സത്യമാണ്. കാരണം ഇസ്ലാം മതം വേറെയാണ്, ലീഗ് വേറെയാണ്. ലീഗോടുകൂടെ കൂടിക്കലർന്ന ഇസ്ലാം ഒരിക്കലും അത് ഇസ്ലാം ആവുകയില്ല. ലീഗ് എന്ന് പറയുമ്പോൾ അത് ഐഹികമായ സ്ഥാനങ്ങൾക്കും താല്പര്യങ്ങൾക്കും പിന്നെ വലിയ വലിയ പദവികൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ മതക്കാരും ഉള്ള ഒരു പാർട്ടിയാണ്. അതിന്റെ പ്രചരണങ്ങൾക്കും അതിന്റെ വിഷയങ്ങൾക്കും അതിനെ മഹത്വവൽക്കരിക്കാൻ വേണ്ടി വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ വാക്കിനെയോ ദീനുൽ ഇസ്ലാമിന്റെ ആളുകളെയോ നിർത്തിക്കൊണ്ട് വകവെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് ഈ യുവാവ് പറഞ്ഞത് വളരെയേറെ സത്യമായ വിഷയമാണ്. സത്യം ആർക്കും മൂടിവെക്കാൻ സാധ്യമല്ല. അത് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞ യാഥാർത്ഥ്യമാണ്. വഖുൽ ജാഅൽ ഹഖു വസഹഖൽ ബാതിലു ഇന്നൽ ബാതില കാന സഹൂക. പിന്നെ സത്യം എന്നേക്കും നിലനിൽക്കും, അസത്യം പരാജയപ്പെടുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇനിയാണെങ്കിലും മനസ്സിലാക്കുക. പിന്നെ ദീനിന്റെ വിഷയങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടിയെ നിങ്ങൾ കൊണ്ടുവരേണ്ടതില്ല. രാഷ്ട്രീയ പാർട്ടിയുടെ പ്രചരണത്തിന് വേണ്ടി ദീനിന്റെ ആശയങ്ങളെ കൂട്ടിക്കലർത്തേണ്ടതില്ല. ലീഗ് വേറെയാണ്, മതം വേറെയാണ്.